അടുത്തത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ടേം 2ഉം കോമൺ ഡിഫറൻസ് 3യും വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് 3, പൊതുവ്യത്യാസം 3. അപ്പോൾ എന്ത് വരും? സെക്കൻഡ് ടേം 2 + 3 5. അടുത്ത കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 5 + 3 8, 8 + 3 11 എക്സെട്ര. ഇതൊന്ന് ശ്രദ്ധിച്ച്, ഇവിടെ എങ്ങനെ ഓരോ ടേമും കിട്ടി? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്തപ്പം സെക്കൻഡ് ടേം കിട്ടി അല്ലേ? ഇനിയും ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. 3 + 3 6, 2 + 6 8. ശരിയല്ലേ? ഇനി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്താലാണ് ഫോർത്ത് ടേം കിട്ടുന്നത്? 1 2 3. 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേം കിട്ടാൻ നമുക്കറിയാം, ഫോർത്ത് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേം കിട്ടും. ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ആഡ് ചെയ്താലാണ് ഫിഫ്ത്ത് ടേം കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 4 പ്രാവശ്യം അല്ലേ? കാരണം ഇവിടെ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം, 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം, 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പം ഫോർത്ത് ടേം കിട്ടും, 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുന്നത്. ശരിയല്ലേ? 2 + 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ 2 + 4 × 3 12, 12 + 2 = 14. ഫോർത്ത് ടേം ഈസ് 14, അല്ലെങ്കിൽ 11 + 3 = 14. അങ്ങനെ നോക്കിയാൽ ഫസ്റ്റ് ടേമിനെ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ടേമും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേം കിട്ടും. ഇങ്ങനെ പോയാൽ 10th ടേം കിട്ടാൻ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? നിങ്ങൾക്ക് പറയാമോ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 10th ടേം കിട്ടും? എത്രയാ? 9 പ്രാവശ്യം അല്ലേ? 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 10th ടേം കിട്ടും. 20th ടേം കിട്ടാൻ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 19 ടൈംസ് ആഡ് ചെയ്യുക. ഇങ്ങനെ പോയാൽ nth ടേം, എത്രയാമത്തെങ്കിലും ആയിക്കോട്ടെ, nth ടേം കിട്ടാൻ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? nth ടേം കിട്ടാൻ 1 കുറയ്ക്കുക. അപ്പോൾ n-1 ടൈംസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ nth ടേം കിട്ടും. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടേം ഡിനോട്ട് ചെയ്യാൻ F എന്ന് ഉപയോഗിക്കാം. കോമൺ ഡിഫറൻസ് D ആണെങ്കിൽ nth ടേം തന്നെയാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. xn = ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? n-1 × D. ഇതായിരിക്കുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ അത് തന്നെയാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം ആണ് F + n-1 × D. ഇത് തന്നെയാണ് അതിൻ്റെ ബീജഗണിത രൂപം. ഇനി ഈ എക്സ്പ്രഷനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ F + n-1 × D, D കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, n × D, nd - 1 × D. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. nd യെ നമുക്ക് dn + F - D. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് xn = F + n-1 × D എന്ന് പറയാം. അതുതന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? dn + F - D. D കോമൺ ഡിഫറൻസ്, F ഫസ്റ്റ് ടേം. ഇപ്പോൾ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഈ ഓൾജിബ്രായിക് ഫോം എങ്ങനെ വരും? dn + F - D. അതായത് ഇതിനെ നമുക്ക് എൻ്റെ ജനറൽ ഫോമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. xn = an + b. ഇവിടെ a എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് D കോമൺ ഡിഫറൻസ്, b എന്ന് പറയുന്നത് F - D ആയിരിക്കും. നമുക്കിത് വെച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. പേജ് നമ്പർ 24.
ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും പേജ് 24. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ 8th term of an arithmetic sequence is 12 and its 12th term is 8. എട്ടാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദം 12ഉം 12ആം പദം 8ഉമായാൽ what is the algebraic expression for this sequence? ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. നമുക്ക് ഈ കണക്കൊന്ന് ചെയ്ത് നോക്കാം. ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. xn = dn + f - d. അപ്പം നമുക്ക് എന്തൊക്കെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ടേം വേണം, എഫ് വേണം, കോമൺ ഡിഫറൻസ് ഡിയും വേണം. ഇപ്പം ഇവിടെ നമുക്ക് 8th ടേമും തന്നിട്ടുണ്ട്, 12th ടേമും ഉണ്ട്. ഇതിൽ നമുക്ക് കഴിഞ്ഞ എക്സസൈസിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. അപ്പം അതനുസരിച്ച് നമുക്കിവിടെ നോക്കിയ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് 8ഉം 12ഉം ഇപ്പം എത്ര വരും? 4d. 4d = 8 - 12 എത്ര വരും? -4. d = -4/4 -1. കോമൺ ഡിഫറൻസ് ഈസ് -1. ഇനി എന്തുകൂടെ വേണം? എഫ് വേണം, ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? 8th ടേം ഉണ്ട്. 8th ടേം പുറകോട്ട് പോവുക അല്ലേ? ഫസ്റ്റ് ടേമിലേക്ക് വരാൻ 8th ടേമിൽ നിന്നും എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 7 times. ഇപ്പോഴല്ലേ ഫസ്റ്റ് ടൈം കിട്ടുള്ളൂ. 12 - 7 × കോമൺ ഡിഫറൻസ് -1. ദാറ്റ് ഈസ് 12 + 7 = 19. ഫസ്റ്റ് ടൈം ഈസ് 19. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം. xn = dn + f - d. ഇവിടെ d കോമൺ ഡിഫറൻസ് -1 × n + f - d. f ഫസ്റ്റ് ടൈം ഈസ് 19. 19 - കോമൺ ഡിഫറൻസ് ഈസ് -1. 19 - -1 that is -n + 19 + 1 20. ഇതാണ് ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. xn = -n + 20. നമുക്കൊരു ക്വസ്റ്റ്യൻ 2 പുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പക്ഷിക്കണക്കാണ് അല്ലേ? One bird said, "We and we again, together with half of us and half of that, and one more is a natural number. Write all the possible number of birds starting from the least. For each of these, write the sum told by the bird also." അതായത് ഒരു പക്ഷി പറഞ്ഞു, ഞങ്ങളും ഞങ്ങളോടവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും. എങ്കിൽ പക്ഷികളുടെ എണ്ണമാകാവുന്ന സംഖ്യകൾ വലിപ്പക്രമം അനുസരിച്ച് എഴുതുക. അപ്പോൾ എണ്ണൽ സംഖ്യ കിട്ടണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എണ്ണസംഖ്യ ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം. പക്ഷികളുടെ എണ്ണം ഒന്നെടുത്താൽ പകുതി എടുക്കുമ്പോൾ, ഒന്നിൻ്റെ പകുതി എടുക്കുമ്പോൾ അരയാവും അല്ലേ? അതിൻ്റെ പകുതി എടുക്കുമ്പോൾ കാലാവും. ഇതെല്ലാം കൂട്ടിയാൽ എണ്ണൽ സംഖ്യ കിട്ടുമോ? ഇല്ല. ഇനി 2 എടുത്താലോ? 2ൻ്റെ പകുതി 1, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ വീണ്ടും ഫ്രാക്ഷനാണ് വരുന്നത്, എണ്ണൽ സംഖ്യ വരുന്നില്ല. പിന്നെ ആകാവുന്ന സംഖ്യ ഏതാ? 4 എടുത്ത് നോക്കാം. പക്ഷികളുടെ എണ്ണം 4 ആണെങ്കിൽ 4ൻ്റെ പകുതി 2 വരും, അതിൻ്റെ പകുതി 1. അപ്പോൾ അവിടെ എല്ലാ എണ്ണൽ സംഖ്യ കിട്ടുന്നല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് പക്ഷികളുടെ എണ്ണമാകാവുന്ന 4 ആയിട്ട് എടുക്കാം. 4 വരും. അടുത്ത ഏതാകാം? അടുത്ത ഇതുപോലെ 5 എടുത്താൽ സാധിക്കുമോ? ഇല്ല. പകുതി എടുക്കുമ്പം അവിടെ കൂട്ടിക്കഴിയുമ്പോൾ എണ്ണസംഖ്യ കിട്ടുന്നില്ല. പിന്നെ ആകാൻ സാധ്യതയുള്ളത് 8. 8ആണ് നമുക്കറിയാം. 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2, കൂട്ടിക്കഴിയുമ്പോൾ ഒരു എണ്ണസംഖ്യ കിട്ടും. അപ്പം അടുത്താകാവുന്ന 8 ആണ്. അടുത്തത് 12, ഇങ്ങനെ പോകും. അപ്പോൾ പക്ഷികളുടെ എണ്ണമാകാവുന്ന സംഖ്യകൾ വലിപ്പക്രമം അനുസരിച്ച് എങ്ങനെ എഴുതാം? 4, 8, 12 എക്സെട്ര. ഇനിയും അടുത്ത നമ്മളോട് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവയുടെ ആകെ എണ്ണം എത്രയുണ്ട്. അപ്പം പക്ഷികളുടെ എണ്ണം ആദ്യം 4 ആണെങ്കിൽ ഞങ്ങളും ഞങ്ങളോളവും ഇപ്പം എന്ത് വരും? 4 + 4
8 അവിടെ അവസാനം കൂട്ടാം 4 × 4. ഞങ്ങളിൽ പകുതി 4ൻ്റെ പകുതി 2, അതിൻ്റെ പകുതി 1, 1 ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഒരെണ്ണസംഖ്യ കിട്ടണം. കൂട്ടി നോക്കിയാൽ 4 4 8 8 2 10, 10 1 11, 11 1 12. പക്ഷികളുടെ എണ്ണം 4 ആണെങ്കിൽ ആകെ കിട്ടുന്ന തുക എത്ര വരും? 12. നാച്ചുറൽ നമ്പറാണ്. അടുത്തത് പക്ഷികളുടെ എണ്ണം 8 ആയിട്ടെടുത്താൽ ഞങ്ങളും ഞങ്ങളോടും 8 + 8 പ്ലസ് ഞങ്ങളിൽ പകുതി 8ൻ്റെ പകുതി 4, അതിൻ്റെ പകുതി 4ൻ്റെ പകുതി 2, ഒന്നും കൂടെ കൂട്ടുമ്പോൾ എണ്ണസംഖ്യ കിട്ടണം. അതേതായിരിക്കും എണ്ണസംഖ്യ? 8 കിട്ടും 16, 16 4 20, 22, 22 1 23. ഇനി പക്ഷികളുടെ എണ്ണം 12 ആണെങ്കിൽ ഓക്കെ, ഞങ്ങളും ഞങ്ങളോടും 12 + 12, ഞങ്ങളിൽ പകുതി 12ൻ്റെ പകുതി 6, 6ൻ്റെ പകുതി 3, പിന്നെ ഒന്നുകൂടെ കൂട്ടുക. അപ്പം നോക്കിയേ 12 12 24, 24 6 30, 33 34 ഇങ്ങനെ. ആദ്യം കൊടുത്തിരിക്കുന്ന പക്ഷികളുടെ എണ്ണമാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എണ്ണസംഖ്യ ആയിരിക്കും എന്നാണ് പറഞ്ഞ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 12 23 34 എക്സെട്ര. ഇനി അതിൻ്റെ കൂടെയുള്ള ചോദ്യം, ഫൈൻഡ് ദി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദീസ് 2 സീക്വൻസസ്. ഈ 2 സീക്വൻസിൻ്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. അപ്പം ആദ്യം നമുക്ക് ആദ്യത്തെ സീക്വൻസ് എടുക്കാം. 4 8 12 എക്സെട്ര. ഈ സീക്വൻസിൽ ഫസ്റ്റ് ടൈം 4 F4 നെയിം കോമൺ ഡിഫറൻസ് എത്ര വരും? എത്ര വീതം കുട്ടിയെ പോയിരിക്കുന്ന 4, കോമൺ ഡിഫറൻസ് 4. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn = നമ്മുടെ ഫോർമുല dn + f - d. dn 4n + f - d 4 - 4, that is equal to 4n + 0 അല്ലെങ്കിൽ 4n. അപ്പം ആദ്യത്തെ സീക്വൻസിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് 4n. ഇനി അടുത്ത സീക്വൻസ് നോക്കിയേ 12 23 34 എക്സെട്ര. 12 23 34 എക്സെട്ര. ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ ഫസ്റ്റ് ടൈം 12 കോമൺ ഡിഫറൻസ് എത്ര വരും? 23 - 12 11 അല്ലേ? 23 - 12 = 11. കോമൺ ഡിഫറൻസ് 11. അപ്പോൾ xn = ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn = dn + f - d = 11n + 12 - 11 = 11n + 12 - 11 is 1. This is the algebraic expression. നിങ്ങൾക്ക് ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നമുക്ക് എന്നിന് വാല്യൂ കൊടുക്കുമ്പോൾ ഈ സീക്വൻസിലെ ഓരോ ടേമും കിട്ടും. എന്നിന് 1 വാല്യൂ കൊടുത്ത് നോക്കിയാൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം x1 കിട്ടും. ഫസ്റ്റ് ടേം നോക്കിക്കേ, 11 × 1 11, 11 + 1 12. ഈ സീക്വൻസിൻ്റെ നമ്മൾ എഴുതിയപ്പോൾ 12. ഇനി എന്നിന് 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും. 11 × 2 22, 22 + 1 23. എന്നിന് 3 കൊടുത്താൽ തേർഡ് ടൈം കിട്ടും. അതുപോലെ ആദ്യത്തെ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 4n ആണ്. ഇവിടെയും എന്നിന് 1 കൊടുത്താൽ അതിലെ ഫസ്റ്റ് ടൈം കിട്ടും. 4 × 1 4. എന്നിന് 2 കൊടുത്താൽ 4 × 2 8. എന്നിന് 3 കൊടുത്താൽ 4 × 3 12 എക്സെട്ര. ഈ പ്രത്യേകത ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Third question. Prove that the arithmetic sequence with the first term 1/3 and common difference 1/6 contains all natural numbers. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 3-1 പൊതുവ്യത്യാസം 6-1 ആയ ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടും എന്ന് തെളിയിക്കണം. ഫസ്റ്റ് ടേം 1/3, f = 1/3, കോമൺ ഡിഫറൻസ് d = 1/6,
ഈ സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉൾപ്പെടുമോ അറിയാൻ നമ്മളിതിൽ ഈ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സും നമുക്ക് എഴുതി നോക്കാൻ എളുപ്പമാണോ? അല്ല. അപ്പോൾ നമുക്കതിനൊരു എളുപ്പ വഴി ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക. അതായത് xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d d 1/6 1/6 n പ്ലസ് f മൈനസ് d 1/3 മൈനസ് 1/6. ഇതൊന്ന് ചെയ്ത് നോക്കാം. 1/6 n പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് നോക്കാം. ഇതിൻ്റെ LCM എടുത്ത് 3യുടെ 6ൻ്റെ LCM 6 വരും. അപ്പോൾ 3 × 2 6 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 n പ്ലസ് 1/6. ഇവിടെ നമുക്ക് രണ്ടിലും കോമൺ ഫാക്ടറായിട്ട് 1/6 എടുക്കാം. 1/6 ഇൻറ്റു n പ്ലസ് 1. ഇവിടെ 1/6 എടുത്തു കഴിഞ്ഞാൽ n കിട്ടും. ഇവിടുന്ന് 1/6 എടുത്തു, അപ്പോൾ 1/6 ഇൻറ്റു n പ്ലസ് 1. ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉൾപ്പെടും. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ n പ്ലസ് 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. അതായത് n പ്ലസ് 1 6ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരണം. 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6 6ൻ്റെ ഗുണിതങ്ങൾ. 6ൻ്റെ ടേബിൾ എഴുതി നോക്കിയാൽ മതി. 6 12 18 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പം n പ്ലസ് 1 6ൻ്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ, ആദ്യത്തെ മൾട്ടിപ്പിൾ 6 കിട്ടണമെങ്കിൽ n ഏതായിരിക്കണം? 5. എന്നിന് 5 എന്ന് കൊടുത്ത് നോക്കി. അതായത് x5 5th ടേമാണ് വരുന്നത് അല്ലേ? എന്നിന് 5 എന്ന് കൊടുത്താൽ 5 പ്ലസ് 1 6 വരും. 6/6 1. അപ്പോൾ നമ്മളിവിടെ എന്നിന് 5 കൊടുത്താൽ x5 5th ടേം നമുക്ക് നോക്കാം. 5 പ്ലസ് 1/6 ദാറ്റ് ഈസ് 6/6 1 കിട്ടും. ആദ്യത്തെ നാച്ചുറൽ നമ്പർ വന്നു. ഇനി അടുത്തത് 6ൻ്റെ മൾട്ടിപ്പിൾ വരണമെങ്കിൽ അടുത്ത 12 അല്ലേ? 6 കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ 12 കിട്ടണമെങ്കിൽ n പ്ലസ് 1 12 ആകണമെങ്കിൽ n എത്രയായിരിക്കണം? 11. 11 പ്ലസ് 1 12. അപ്പോൾ എന്നിന് 11 എന്ന് കൊടുക്കുക. അതായത് 11th ടേം x11 n ഈക്വൽ ടു 11. x11 ഈക്വൽ ടു 1/6 ഇൻറ്റു 11 പ്ലസ് 1 ദാറ്റ് ഈസ് 12/6 ഈക്വൽ ടു 2. അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടും. ഇനി അടുത്ത 6ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന 18 വരണമെങ്കിൽ n പ്ലസ് 1 18 വരണമെങ്കിൽ n എത്രയായിരിക്കണം? 17 പ്ലസ് 1 അല്ലേ 18. അപ്പം 17th ടേം x17 ഈക്വൽ ടു എന്നിന് 17 എന്ന് കൊടുക്കുക. 1/6 ഇൻറ്റു 17 പ്ലസ് 1 ദാറ്റ് ഈസ് 18/6 ഈക്വൽ ടു 3. ഇങ്ങനെ പോയാൽ ഈ സീക്വൻസ് നമുക്കറിയാം ഈ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുന്നുണ്ട്. 1 2 3. അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ നമുക്കും അറിയാം 24 കിട്ടണമെങ്കിൽ n എത്രയായിരിക്കണം? 23. 23rd ടേമിലാണ് നമുക്കവിടെ 4 വരും. അപ്പോൾ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടും. അടുത്ത 4ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് the arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even number. അതായത് ഫസ്റ്റ് ടേം ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ടസംഖ്യയും ഇല്ല എന്നതും തെളിയിക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 2/2. ഈ സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് എല്ലാം ഉണ്ട്, ഒറ്റസംഖ്യകളുണ്ട്, പക്ഷേ ഇരട്ടസംഖ്യകളില്ല. ഇവിടെ നമുക്ക് എല്ലാ ടേംസും എഴുതി നോക്കി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. നമുക്ക് അവിടെ എന്ത് എഴുതണം? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക, ബീജഗണിത രൂപം. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അപ്പോൾ 2/3n പ്ലസ് 2/3 മൈനസ് 1/3. 2/3n പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്റർ 3
ന്യൂമറേറ്റർ 2 മൈനസ് 1, അപ്പോൾ 2/3n പ്ലസ് 1/3. ഇവിടെ നമുക്ക് കോമൺ ഫാക്ടറായിട്ട് 1/3 പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി ഇവിടെ 1/3 എടുത്താൽ ഇവിടെ 2n പ്ലസ് ഇവിടുന്ന് 1/3 എടുത്തു കൊടുക്കുമ്പോൾ 1. ഇതാണ് ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നമ്മുടെ ചോദ്യത്തിൽ നമുക്കറിയാം ഇവിടെ എന്നിന് വാല്യൂസ് കൊടുക്കുമ്പോൾ ഓരോ ടേമും കിട്ടും. അതിൽ ഒറ്റ സംഖ്യകളെല്ലാം ഉണ്ടെന്നും ഇരട്ട സംഖ്യകളില്ല എന്നും, അതായത് ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നും ഈവൻ നമ്പർ ഇല്ല എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നോക്കിയേ, n ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. നമ്മൾ n = 1, 2, 3 അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2n എന്തായിരിക്കും? 2ൻ്റെ മൾട്ടിപ്പിൾ ഈവൻ നമ്പർ ആയിരിക്കും. ശരിയല്ലേ? n ഒരു എണ്ണൽ സംഖ്യയായാൽ 2n എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയായിരിക്കും. രണ്ടിൻ്റെ ഗുണിതങ്ങളെല്ലാം ഇരട്ട സംഖ്യകൾ. ഇനി ഒരു ഇരട്ട സംഖ്യയുടെ കൂടെ 1 ആഡ് ചെയ്താൽ, ഈവൻ നമ്പറിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയായിരിക്കും. ഇനി ഒരു ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഓഡ് നമ്പറേ കിട്ടുകയുള്ളൂ. ഈവൻ നമ്പർ കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഓഡ് നമ്പറേ കിട്ടുകയുള്ളൂ, ഈവൻ നമ്പർ കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും, ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പർ. ഇവിടെ ആ സ്റ്റെപ്പ് ഒന്ന് എഴുതുക. അതായത് ഇഫ് n is a natural number, then 2n is a multiple of 2, that is 2n is an even number. If we add an even number with 1, we get an odd number. When we divide an odd number by 3, we get only odd numbers. So this sequence contains all odd numbers but no even number. അടുത്ത 5ാമത്തെ ചോദ്യം, prove that the squares of all the terms of the arithmetic sequence 4, 7, 10, etc. belong to this group, belong to this sequence. അതായത് ഈ 4, 7, 10, etc. തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഇതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം, ഈ സീക്വൻസിലെ എല്ലാ ടേംസിൻ്റെ സ്ക്വയേഴ്സ് ഈ സീക്വൻസിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇത് കഴിഞ്ഞ എക്സസൈസിൽ പഠിച്ചായിരുന്നു അല്ലേ? തന്നിരിക്കുന്ന നമ്പർ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ? എങ്ങനെയാണ് ചെയ്യുന്നത്? ആ നമ്പറും ആ സീക്വൻസിലെ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ ആയിരിക്കണം? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, ഇതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം, ഈ ടേംസിൻ്റെ അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് ഈ സീക്വൻസിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓരോന്നും എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പ്രയാസം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം. ഇവിടെ ഫസ്റ്റ് ടൈം 4 കോമൺ ഡിഫറൻസ് 7 - 4 = 3. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn = dn plus f minus d. That is -3n plus f minus d, 4 minus 3. Sorry, -3 അല്ല 3. 3n plus d ഇവിടെ കിട്ടിയിരിക്കുന്നത് 3n plus 4 minus 3, that is 3n plus 1. ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 3n plus 1. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം ഈ സീക്വൻസിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 3n plus 1ൻ്റെ സ്ക്വയർ എടുക്കാം. 3n plus 1 whole square. 3n plus 1 whole square നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. a plus b whole square എന്നുള്ള ഫോമിലല്ലേ? എന്താ a plus b whole square? a² plus 2ab plus b square. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ 3n whole square plus എയുടെ സ്ഥാനത്ത് 3n, ബിയുടെ സ്ഥാനത്ത് 1 വരും. അപ്പോൾ 2ab, 2 into 3n into 1 plus 1 square. 3n whole square എത്ര വരും? 9n square. 3യുടെ സ്ക്വയർ 9, n square n square plus 2 into 3 6n 2 into 3n plus 6n plus 1 square is 1.
ഇത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടെന്ന് അപ്രൂവ് ചെയ്യേണ്ടത്. ഇതൊരു ടേം ആണോ ചെക്ക് ചെയ്യാൻ ഇതും ഈ സീക്വൻസിലെ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 9n² പ്ലസ് 6n പ്ലസ് 1 മൈനസ് ഇതിൽ ഒരു ഫസ്റ്റ് ടൈം എടുക്കുക, ഫസ്റ്റ് ടൈം തന്നെ എടുക്കുക 4 മൈനസ് ചെയ്ത് നോക്കിക്കേ 9n² പ്ലസ് 6n 1 മൈനസ് 4 ഈസ് മൈനസ് 3. ഇത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ? കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഇവിടെ വന്നിരിക്കുന്ന കോഎഫിഷ്യൻസ് എല്ലാം 9 3യുടെ മൾട്ടിപ്പിൾ, 6 3യുടെ മൾട്ടിപ്പിൾ, 3യും 3യുടെ മൾട്ടിപ്പിൾ. അപ്പം ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 3n + 1 ഹോൾ സ്ക്വയർ ഈ സീക്വൻസിലെ ഒരു ടേമാണ്. അതായത് ഈ സീക്വൻസിലെ എല്ലാ ടേമിൻ്റെയും നമ്മൾ ജനറലൈസ് ചെയ്തിരിക്കുക, എല്ലാ ടേമിൻ്റെയും സ്ക്വയേഴ്സ് ഈ സീക്വൻസിൽ ഉണ്ട്. നമുക്കിവിടെ എഴുതാം 9n² + 6n - 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദി കോമൺ ഡിഫറൻസ് 3. Therefore 3n + 1 whole square is a term of this sequence, that is squares of all terms in this sequence are also a term of this sequence. അടുത്ത 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. Okay, thank you.